പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വവും ദൈവജനങ്ങൾക്ക് സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനി, മഹാടവ ഔദ്യോഗിക ഭാരവാഹികളെ, വന്യവൈദികരെ, സഭാ ശുശ്രൂഷകരെ, ദൈവദാസന്മാരെ, നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഇന്ന് അഭിവന്യ തിരുമേനിയോട് ചേർന്ന് ഞാനും ഈ വിശുദ്ധ വിവാഹത്തിൽ ഒന്നായി ചേർക്കപ്പെട്ട നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായുള്ള അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ ഒരു യൂത്ത് മൂവിൻ്റെ പ്രവർത്തനോട് പറഞ്ഞ ആ കല്യാണത്തിന് പറയുകയുണ്ടായി, ചിലർക്കൊക്കെ ഒരു ചിന്തയുണ്ട് യൂത്ത് മൂവ്മെൻറ്റിലൊക്കെ പ്രവർത്തിച്ചാൽ നഷ്ടമാണ് എന്ന്. എന്നാൽ ഇന്ന് മറ്റൊരു തെളിവുകൂടിയുണ്ട്, യൂത്ത് മൂവ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഒരിക്കലും നഷ്ടമല്ല എന്ന്. അതുകൊണ്ട് അലീനയ്ക്ക് പ്രവീൺ എന്ന നല്ലൊരു വരനെയും അലീന എന്ന നല്ലൊരു വധുവിനെയും ഭാര്യയിൽ ലഭിച്ചു. ദൈവം നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ വചനം പങ്കിടുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഇതിനവസരം നൽകിയ അഭിവന്യ തിരുമേനിയോട് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ തിരുമേനി പറഞ്ഞ ആശംസ വാക്കുകളിൽ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അത് നിലനിൽക്കുന്ന ഒരു ഉടമ്പടിയാണ് എന്നുള്ളത്. അതിന് ആസ്പദമാക്കി ഇന്നത്തെ ചിന്ത പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇതുവരെ നാം കൂടുതൽ കേൾക്കാത്തൊരു വാക്യമാണ് ഇപ്രകാരമുള്ള സന്ദർഭത്തിൽ. അത് സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. സഭാപ്രസംഗി 4:12. അതിൻ്റെ 2-ാം ഭാഗം ഇപ്രകാരമാണ് പറയുന്നത്. ഞാൻ വാക്യം മുഴുവൻ വായിക്കാം. ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. പ്രിയമുള്ളവരെ, വിവാഹം എന്ന് പറയുന്നത് അത് നല്ല ഒരു കാര്യമാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിന് ശേഷം ഇഷ്ടക്കേട് വരുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നാം വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാരേജ് ഷുഡ് ബി എ ഗ്രേറ്റ് തിങ്. അതൊരു നല്ല കാര്യം എന്നേക്കാൾ ഉപരിയായിട്ട് ഉന്നതമായിട്ടുള്ള ഒരു അനുഭവം അവസ്ഥയുമാണ് എന്ന് കാണുവാൻ സാധിക്കണം. നാം അതുകൊണ്ട് ദൈവം ആദ്യമെങ്കിൽ തന്നെ ഈ ഒരു കാര്യം മനുഷ്യന് സൃഷ്ടിച്ച് നൽകുകയുണ്ടായി. അതുകൊണ്ട് ഈ സഭാപ്രസംഗിയുടെ പുസ്തകം നമുക്കറിയാം. അതിൻ്റെ മുഖ്യമായ ഒറ്റ വാക്യത്തിൽ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് മായ എന്നുള്ളതാണ്. എവറിത്തിങ് ഈസ് മായ. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം മായയാണ് എന്നുള്ളത്. എന്നാൽ അറ്റുപോകാത്ത ഒന്നാണ് മുപ്പിരിച്ചരട്. എളുപ്പം അറ്റുപോകാത്തൊരു കാര്യമാണ്, അതും അറ്റുപോകാം എന്നുള്ളതാണ്. ഇവിടെ നാം നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഈ 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഏകാന്ത ജീവിതത്തെപ്പറ്റി, അല്ലെങ്കിൽ സെലിബസ്, അല്ലെങ്കിൽ ഒരാൾ തന്നെ ജീവിക്കുന്നതിനെ പറ്റിയും, മുന്നോട്ട് പോകുമ്പോൾ 2 പേർ ഒരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റിയുമാണ് അവിടെ അല്ലെങ്കിൽ ഈ ശലോമൻ പറയുന്നത്. അതിനുശേഷം അവസാനമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇതെല്ലാം ഈ 2 പേർ ഒരുമിച്ചുള്ള ജീവിതം അത് നിലനിൽക്കണമെങ്കിൽ അത് മുപ്പിരിച്ചരടായിരിക്കണം എന്നുള്ളതാണ്. 2 പേർ ഒരുമിച്ചാകുമ്പോൾ 2 പിരിച്ചരട്, ഇരുപിരിച്ചരട് എന്ന് പറയാം. എന്നാൽ വിവാഹം മുപ്പിരിച്ചരടാണ് എന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ഈ കുടുംബജീവിതത്തെ പറ്റി പറയുമ്പോൾ ഇത്ര വളരെ പ്രാധാന്യം നൽകുന്നതെന്ന് വെച്ചാൽ, ദൈവവചനം നാം കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ദൈവവചനത്തിൽ ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതൊരു ടീം വർക്കാണ് എന്നുള്ളതാണ് അടിസ്ഥാനമായ പ്രമാണം. ദൈവം കുടുംബത്തെ നിലനിർത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചു, അതും ഒരു ടീം വർക്കാണ്. ഇവിടെ അതിൻ്റെ ഫലമായിട്ട് 2-3 കാര്യങ്ങൾ ഇവിടെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് മാത്രം ഞാൻ ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയോ എളുപ്പം പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചെടുക്കുവാനുള്ള കഴിവുള്ളവരുമാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ
ചുരുങ്ങിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഒന്നാമതായിട്ട് 9-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. ഒന്നാമതായിട്ട് പറയുന്നത് എ ബെറ്റർ റിവാർഡ് ഇഫ് ടു ആർ വർക്കിംഗ് ടുഗദർ. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നല്ല പ്രതിഫലം കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്ക് 2 പേർ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന കാര്യം 2 പേർ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും, ഭാരം കുറച്ച് ചെയ്യുവാൻ സാധിക്കും, വളരെ വേഗത്തിലും ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം കുറച്ചും പ്രയത്നം കുറച്ചും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടീം വർക്ക് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 127-ാം സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം കുടുംബജീവിതത്തെ പറ്റി പറയും. യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പോൾ ദൈവത്തെ കൂട്ടി പണിയുമ്പോൾ അത് ഏറ്റവും ഫലപ്രദമായി തീരും. പ്രിയമുള്ളവരെ, 2 പേർ ഒരുമിച്ച് പണിയുമ്പോൾ നല്ലൊരു പ്രതിഫലം ലഭിക്കുന്നു. എന്നാൽ അത് നിലനിൽക്കുന്ന പ്രതിഫലമാകണമെങ്കിൽ അവിടെ 3ാമത് ഒരു ചരടുണ്ടായിരിക്കണം. അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് 3ാമത്തെ ചരടിനെ പറ്റി ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഫലം പറ്റി. 2ാമതായിട്ട് കാണുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ അത് പാർട്ട്ണർഷിപ്പാണ്, പ്രൊട്ടക്റ്റീവാണ്. ഒരാൾക്ക് ഒരാളെ സംരക്ഷിക്കുവാൻ സാധിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന പദം എന്തെന്നാൽ അതൊരു യാത്രക്കാരനെ പറ്റിയാണ്. 2 പേർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും അപകടം വന്നാൽ അതിൽ അവർക്ക് സഹായിക്കുവാൻ സാധിക്കും. ഇന്നലെ രാത്രി ഞാൻ ഇതിൽ യാത്ര ചെയ്തു പോകുമ്പോൾ വഴിയിൽ 2 ചെറുപ്പക്കാർ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അനേകർ വന്നു. ഞാനും യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ ചോദിച്ചു, വണ്ടി നിർത്തി ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ട്? അപ്പോൾ പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടു. അപ്പോൾ നമ്മുടെ ഈ ജീവിത യാത്രയിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ, ഒരു ആവശ്യം വരുമ്പോൾ സഹായിക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ ജീവിത പങ്കാളിയാണ്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിത പങ്കാളിയേക്കാൾ ഉപരിയായിട്ട് 3ാമത് കർത്താവുണ്ടെങ്കിൽ കർത്താവാണ് നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷകൻ. അതുകൊണ്ടാണ് പറയുന്നത് യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും. നാം എത്രമാത്രം സംരക്ഷണം കൊടുത്താലും പ്രിയമുള്ളവരെ അത് അവസാനമായിട്ട് പൂർത്തീകരിക്കപ്പെടുന്ന കർത്താവിനോട് കൂടെ ചേരുമ്പോൾ മാത്രമാണ്. 3ാമതായിട്ട് ഇവിടെ പറയുന്നത് എന്തെന്നാൽ 11-ാം വാക്യം, 2 പേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? 3ാമതായിട്ട് പറയുന്നത് പ്രിസർവേഷനാണ്, നിലനിൽപ്പാണ്, സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതാണ്. നമുക്കറിയാം നമ്മുടെ സമീപത്തായിട്ട് നമ്മുടെ മലനാട്ടിൽ ഒരു പ്രത്യേകമായ പാറയുണ്ട്. ആ പാറയെപ്പറ്റി എന്നോട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയത്തില്ല. പാറയുടെ പേര് വരുവാൻ കാരണം, പാറയുടെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ 2 കച്ചവടക്കാർ നടന്ന് വന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. വളരെ തണുപ്പുള്ള പ്രദേശമാണ്. സന്ധ്യയായപ്പോൾ 2 പേരും ആ പാറയിൽ പോയി വിശ്രമിച്ചു. അപ്പോൾ 2 പേരും തുണി കച്ചവടക്കാരാണ്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇവിടെ നമുക്ക് ഈ രാത്രി നമ്മുടെ തുണി കത്തിച്ച് നമുക്ക് കുളിരുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. എന്നാൽ ഒരുത്തൻ മുസ്ലിമാണ്, ഒരുത്തൻ ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് എന്താ ചെയ്തു? അവൻ പറഞ്ഞു എനിക്കിതൊന്നും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ തുണിയെല്ലാം കുറച്ചൊക്കെ സൂക്ഷിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങി. മറ്റവൻ എന്ത് ചെയ്തു? മറ്റേ സഹോദരൻ, ആ മുസ്ലിം സഹോദരൻ ആ തുണി കത്തിച്ച് ആ ചൂടിൽ അവിടെ കിടന്നുറങ്ങി. അവൻ്റെ കുളിർ മാറി. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ കണ്ട് ആ ക്രിസ്ത്യൻ സഹോദരൻ അവിടെ മരിച്ചു കിടക്കുന്നത്. അങ്ങനെയാണ് ആ പാറയ്ക്ക് പേര് വന്നത് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ ജീവിതത്തിൽ തളർന്നു പോകാവുന്ന അല്ലെങ്കിൽ ചൂട് ആവശ്യമായിട്ടുള്ള ആ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് കുടുംബജീവിതത്തിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഗ്രീക്ക് പദം അനുസരിച്ച് ഹസ്ബൻഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തോട്ടക്കാരൻ എന്നുള്ളതാണ്. ടു നർച്ചർ, പ്രൊട്ടക്റ്റ് ആൻഡ് ഹെൽപ്പ് ടു പ്ലാൻ ദ ഗ്രോ. അതായത് പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും വളർത്തുന്നതിനാണ് ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ തോട്ടക്കാരൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ
ആ ഉടമ്പടി എടുത്തപ്പോൾ ശ്രദ്ധിച്ച് കാണും. അവിടെ പ്രവീൺ പറഞ്ഞ ഉടമ്പടിയിൽ ഒരു വാക്ക് സംരക്ഷിക്കുവാൻ. എന്നാൽ അലീന പറഞ്ഞപ്പോൾ ആ ഒരു വാക്ക് അവിടെ ഇല്ല. ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ് കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുക എന്നുള്ളത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മൂന്നാമത്തെ ആ മുപ്പിരിയിലെ മൂന്നാമത്തെ പിരി പറയുകയാണ് ചെന്ന്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. യു ക്യാൻ ഡു ബട്ട് വിതൗട്ട് മീ യു കനോട്ട് ഡു എനിത്തിങ്. അപ്പോൾ മൂന്നാമത് കാണുവാൻ സാധിക്കുന്നത് ആ പ്രിസർവേഷൻ, സുരക്ഷിതമായി കാത്തു പരിപാലിക്കുന്നത്. അവസാനമായിട്ട് 12-ാം വാക്യത്തിൽ പറയുന്നതെന്നാൽ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്, സംരക്ഷണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ വായിച്ചത്, ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്ക് അവനോട് എതിർത്ത് നിൽക്കുവാൻ സാധിക്കും. അപ്പോൾ ശത്രുവിൻ്റെ ആ ഉപദ്രവം വരുമ്പോൾ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എതിർപ്പുകൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്നാൽ സാധ്യമാണ് എന്ന് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഒരു കുടുംബത്തെ തകർക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി സാത്താൻ ചെയ്യുന്ന കാര്യം ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അകറ്റുക, മക്കളെ തമ്മിൽ അകറ്റുക, ബന്ധങ്ങളെ തമ്മിൽ അകറ്റുക. അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ സംരക്ഷണമുണ്ട്, സുരക്ഷിതമുണ്ട് അത് എന്നും കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് ആവശ്യമായിട്ടുള്ളത്? ഈ മുപ്പിരിച്ചരടിലെ മൂന്നാമത്തെ ചരട് നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ എളുപ്പം അറ്റുപോകുകയില്ല, എളുപ്പം തകർന്നു പോകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ മുപ്പിരിച്ചരട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുവാൻ തക്കവണ്ണം നാം ചെയ്യേണ്ട കാര്യം എന്താണ്? ഞാൻ നമുക്ക് എല്ലാവർക്കും നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണെങ്കിലും നാം പലപ്പോഴും അത് ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്, പ്രാർത്ഥന എന്നുള്ളതാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഇംഗ്ലീഷിൽ നമുക്കെല്ലാവർക്കും അറിയാം, ദോസ് ഹു പ്രേ ടുഗദർ വിൽ ലീവ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഒതുങ്ങും, അല്ലെങ്കിൽ അവസാനിക്കും എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുവോളം അത് സൂക്ഷിക്കരുത്. സൂര്യാസ്തമനത്തെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കോപമെല്ലാം മാറി പരസ്പരം ക്ഷമിക്കുവാൻ സാധിക്കും. രണ്ടാമതായിട്ട്, ഈ പ്രാർത്ഥന കുടുംബത്തിലെ പ്രാർത്ഥന മാത്രമല്ല, ദൈവാലയത്തിലും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ കടന്നു വരണം. ഇവിടെ പ്രവീണെ സംബന്ധിച്ചിടത്തോളം, അലീനെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവാലയവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. അത് ഇനി ഈ ബന്ധത്തിലൂടെ അത് കൂടുതൽ ശക്തി പ്രാപിപ്പാൻ നിങ്ങളെപ്പോഴും ശ്രമിക്കേണ്ടതാണ്. ദൈവത്തെ ആരാധിക്കുന്നവരുടെ കുടുംബത്തിൽ സാത്താൻ കയറുവാൻ വളരെ പ്രയാസമാണ്. അല്ലാതെങ്കിൽ നിശ്ചയമായിട്ടും സാത്താൻ അവിടെ വരും, നിങ്ങളെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കും. ഇന്ന് ഒരുമിച്ച് ആരാധനയ്ക്ക് വരിക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പള്ളിയിൽ പോകുക, ഒരുമിച്ച് കർത്താവിൻ്റെ മേശയിൽ കടന്നു വരിക, ഇത് വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ നിങ്ങൾ പറയേണ്ട കാര്യമല്ല. എന്നാൽ എൻ്റെ മുൻപിലിരിക്കുന്ന പലർക്കും പല കുടുംബത്തിലും പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അത് മാറണമെങ്കിൽ പ്രാർത്ഥന ആരംഭിക്കുക, ദൈവാലയത്തിലേക്ക് കടന്നു വരിക. മൂന്നാമതായിട്ട് പറയാറുണ്ട്, ദൈവത്തിൻ്റെ വചനമാണ് ദാറ്റ്സ് എ മാനുവൽ ഫോർ മാരേജ് ലൈഫ്. നമുക്കറിയാം, നല്ലൊരു ഏത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ കൂടെ നിന്ന് മാനുവലുണ്ട്. ആ മാനുവൽ നോക്കാതെ നാം പലതും ചെയ്യാറുണ്ട്. ചെയ്യുമ്പോൾ അത് ആ വസ്തു നഷ്ടമായി പോകുമെന്ന് കാണുവാൻ സാധിക്കും. ദൈവവചനമാണ് കുടുംബജീവിതത്തിൻ്റെ മാനുവൽ എന്ന് പറയുന്നത്. ദൈവവചനമാണ് കുടുംബജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കുന്നത് ദൈവവചനപ്രകാരം ജീവിക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ഈ വേദപുസ്തകം അത് നിങ്ങൾ വായിക്കണം, ധ്യാനിക്കണം, അതിൻ പ്രകാരം ജീവിക്കണം. പ്രിയമുള്ളവരെ, തിരുമേനി പറയുണ്ടായി, നിങ്ങൾ കീറി ആ ഉടമ്പടി നിങ്ങളുടെ ആ വേദപുസ്തകത്തിൽ വെക്കണം. എനിക്ക് വളരെ സന്തോഷം തോന്നി. പലരും ചെയ്യാത്തൊരു കാര്യം ഇന്ന് അലീന ആ ഓത്തെടുത്തപ്പോൾ നേരെ മുഖത്ത് നോക്കിക്കൊണ്ട് ഓത്തെടുത്തു. പ്രവീൺ അപ്രകാരം ചെയ്യുന്നില്ല. പ്രവീണ അങ്ങനെയൊക്കെ നാണമായിരുന്നു, അതുകൊണ്ട് ചെയ്തില്ല. എന്നാൽ അലീന വളരെ, അതാണ് നാം എല്ലാ വിവാഹത്തിൻ്റെയും ശുശ്രൂഷ ചെയ്യേണ്ടത്. കാരണം വിവാഹ ശുശ്രൂഷയിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അവിടെ വളരെ വ്യക്തമായി പറയുന്നത്, മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ആ പ്രതിജ്ഞകൾ ചെയ്യുക. അതുകൊണ്ട് ഇവിടെ നാം കാണുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നമ്മുടെ ആ മുപ്പിരിച്ചരട് നിലനിർത്തുവാൻ വേണ്ടി ചെയ്യേണ്ട മൂന്നാമത്തെ ഘടകമാണ് ദൈവവചന വായന.
ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. നാലാമതായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. അതെന്തെന്നാൽ ദൈവം ജനത്തെയും വ്യക്തികളെയും അനുഗ്രഹിക്കുന്നത് നോട്ട് ഫോർ ദംസെൽസ്, അവർക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരണം. നിങ്ങൾ ഇരുവരും ഒരുമിച്ചുള്ള കുടുംബജീവിതം മറ്റുള്ളവർക്കും സഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി തീരണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ ബിഷപ്പന്മാരും അച്ഛന്മാരും എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ ആശീർവദിച്ച വിവാഹം നിലനിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഒരു വിവാഹ ശുശ്രൂഷയിൽ പോകുമ്പോൾ കുറഞ്ഞ് ആ ദിവസം രാവിലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ നിങ്ങൾ ഇരുവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച വ്യക്തിയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നിലനിൽക്കും. സഭയുടെ പ്രാർത്ഥന നിങ്ങളോട് കൂടെയുണ്ട്. സഭയുടെ ആശീർവാദം നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാറ്റിലുപരിയായി അഭിവന്യ തിരുമേനിയും മഹാടവം മുഴുവൻ നിങ്ങളോട് കൂടെയുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, രണ്ടുപേർ ഒരുമിച്ചുള്ള വാസം നല്ലതാണ്. ബട്ട് ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഇഫ് ക്രൈസ്റ്റ് ഈസ് വിത്ത് യു. ക്രിസ്തു നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇരുപിരി ചരട് അത് മുപ്പിരി ചരടായിട്ട് മാറുകയും അത് സാത്താന് എത്രയും അല്ലെങ്കിൽ എളുപ്പത്തിൽ അത് പൊട്ടിച്ചു കളവാൻ സാധിക്കില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന് നിങ്ങൾ നിശ്ചയമായും മരണപര്യന്തം വിശ്വസ്തനായിട്ട് പരിപാലിക്കും. നിങ്ങളും വിശ്വസ്തരായിരിക്കും. ഇവിടെ വായിച്ച ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യട്ടെ. എന്താണ്? ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ ഇവയിൽ വലുതോ സ്നേഹം തന്നെ. വിശ്വാസം എന്ന് പറയുന്നത് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രത്യാശ എന്ന് പറയുന്നത് ഹോപ്പ് ഈസ് അവർ ട്രസ്റ്റ് ഇൻ ഹിസ് എബിലിറ്റി, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ നമ്മുടെ ആശ്രയമാണ്. ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ് എന്നുള്ള ആ നിശ്ചയമാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തു തന്നെ ഉണ്ടായാലും അതൊക്കെ നന്മയ്ക്കായിട്ട് കൂടി ആവരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ദൈവത്തിൻ്റെ അത്യന്തം പരമായ ശക്തിയുള്ള ആശ്രയമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. സ്നേഹമെന്ന് പറയുന്നത് ക്രിസ്തു കാണിച്ചു പോലുള്ള സ്നേഹമാണ്. അത് വികാരത്തിൻ്റെ ഒരു അനുഭവമല്ല, അത് വ്യവസ്ഥയുടെ അനുഭവമല്ല. പിന്നെ വ്യവസ്ഥ കൂടാതെ നാം പാവികളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു മർമ്മമാണ് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ആ മർമ്മം എന്താണ്? കർത്താവ് യേശു ക്രിസ്തു മണവാട്ടിയായി തൻ്റെ സഭയെ ചേർക്കുവാൻ വരുന്നു. ആദ്യ വിവാഹത്തിൽ ആ ദൈവം ആ മണവാളിൻ്റെ വാര്യസ്ഥി എടുത്ത് ഒരു മണവാട്ടിയെ സൃഷ്ടിച്ചു. എന്നാൽ സ്വർഗീയ മണവാളനായ ക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയെ ഒരുക്കി തൻ്റെ വിലാപ്പുറത്തുള്ള ആ രക്തം, ആ മുറിവിലൂടെ രക്തം ചൊരിഞ്ഞ് ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ടൊരു മണവാട്ടിയാണ് സഭ. ആ സഭയിൽ നിങ്ങളായിരിക്കുന്നു. ക്രിസ്തു മണവാളനായിട്ട് വരുമ്പോൾ അവനോട് ചേർന്ന് മണവാട്ടിയായി ചേർക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന അവസരം നൽകിയതിനായിട്ട് തിരുമേനിയോട് വീണ്ടും നന്ദി പറയുന്നു. ഇത് കേട്ട നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടി എല്ലാവിധമുള്ള ദൈവിക അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.